പതിയെ സൂക്ഷിച്ചു, കാരണം പട്ടിയുള്ള വീടായിരിക്കും. ആരെങ്കിലും കാണണ്ടടാ, കേറണം, ശരിക്കും പിടിച്ചു കൈവിട്ടു പോരുത്. അങ്ങനെ പതിക്കെ സൂക്ഷിക്കണം, സൂക്ഷിക്കണം. എന്റെ ദൈവമേ, എന്നാ വീടായത്? ചാടിയാലോ? ചാടിക്കോ. അയ്യോ കേട്ടോ. എടാ, ഈ രാത്രി മോഷം ഭയങ്കര പാടല്ലേ? അതെന്താ? എടാ, പകലാണ് ഈ കണ്ണി കണ്ടൊക്കെ മോട്ടിക്കാൻ പാടില്ല. പക്ഷെ അമേരിക്കയിലായിരുന്നു സുഖമായിരുന്നു. അതന്നെ. എടി, ഇവിടെ രാത്രി ആവുമ്പോ അവിടെ പകലല്ലേ? പകലായാലും രാത്രി ആയാലും ശരി, നീ കയറി എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊള്ളണം. വാ, കാർ കുറച്ച് അങ്ങോട്ട് കയറിക്കോടാ. അധിക പതുക്കെ കയറണേ. അബദ്ധം കാണിക്കരുത്. എടാ, ഈ മതിലൊക്കെ ചാടി വരേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ? അതന്നെ. എടാ, ഇവിടുത്തെ ആളോട് ഒരു 5000 രൂപ കടം ചോദിച്ചാ പോരെ? അയാൾ തരത്തില്ലേ? എടാ, അതപ്പം നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? നമ്മളങ്ങ് മുങ്ങണം. എന്താ എന്നൊരു കാര്യം ഇപ്പം നമുക്കൊന്ന് ചോദിച്ചാലോ? എടാ, ഇപ്പം ചെന്നുണർത്തിയ പുള്ളി പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കകത്ത് കയറി അങ്ങോട്ട് മോഷിക്കാം. അതാ അന്തസ്. അത് മതി. വാ, വേറെ ഒന്നും പറയണ്ട, മിണ്ടാതെ വന്നേക്കാം. ആദ്യം ഇതും കൂടെ മുട്ടിച്ചാലോ? വെച്ചേക്കാം. നടന്നേ നടന്നേ നടന്നേ. അതാരാ? അതല്ല, ഞാൻ പ്രിയതമ്മയെന്ന് വിളിച്ചതാ, സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ? അയ്യോ, ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു. കവിതാക്കളാണെന്നാ തോന്നുന്നത്. അനാവശ്യം പറയില്ല അവരെ കുറിച്ച്. അവർ ആദ്യ രാത്രി ആഘോഷിക്കുകയാണെങ്കിൽ ഇന്ന് അവരുടെ അവസാന രാത്രി നമുക്ക് ആഘോഷിപ്പിക്കാം. എന്റെ പ്രിയേ, എനിക്ക് നിന്നെ എത്ര കണ്ടാലും മതി വരില്ല. നിന്റെ ഈ മനോഹരമായ കണ്ണു, ഈ ചുണ്ടു. ചുണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ ഈ പല്ല് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സത്യം. അപ്പൊ 4 വർഷം മുന്നേ എന്നെ കാണായിരുന്നു. അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞാനേ? ഇതില് മനോഹരമായിരുന്നു. പിന്നെ ഇതിപ്പോ എല്ലാം പോയില്ലേ? ഇത് സെറ്റ് വല്ല് വാങ്ങിച്ചപ്പോ എന്നാ ഭംഗിയായിരുന്നു. അതൊക്കെ പോട്ടെ. നിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു താജ് മലബാർ പണിയും. താജ് മലബാറോ? അത് ഹോട്ടലിന്റെ പേരല്ലേ? അത് ഹോട്ടലായിരുന്നു. കള്ള. അവര് നമ്മളെ കണ്ടെന്നാ തോന്നുന്നു കേട്ടോ. അതെങ്ങനെയാ നിനക്ക് മനസ്സിലായി? പിന്നെ കള്ളാന്ന് വിളിച്ചു കേട്ടില്ല. എടാ, നമ്മളെ അല്ല കള്ളാന്ന് വിളിച്ചേ. കള്ളാന്ന് വിളിച്ച അവരെങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കള്ളാന്ന് വിളിക്കുവോ? നമ്മളെ കള്ളന്മാരെ നല്ല വിളിക്കുന്നു. ഗ്രാമർ അറിയാൻ മേലത്തെ ദമ്പതികളാണ് എന്ത്? ഗ്രാമറോ? എടാ, ഗ്രാമർ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാൻ പാടില്ലാത്ത ദമ്പതികളാണ് എന്ത് ചെയ്യുമെന്ന്. അർത്ഥമാണെങ്കിലും ഗ്രാമറാണെങ്കിലും ഗ്രൂമറാണെങ്കിലും എന്നാ ചെയ്യുന്നത്? ലൈറ്റിട്ട് കാണത്തില്ലടാ. എടേ, കാണാൻ വേണ്ടിട്ടല്ലേ ലൈറ്റ് ഇടാൻ പറഞ്ഞേ? നീ എന്നാ പറയണത്? ചേട്ടനെ കാണാൻ കൽഹോന ഹോയിലെ ഷാറുഖ് ഖാനെ പോലെ ഉണ്ടെന്ന് എല്ലാരും പറയുന്നത്. അതാരത്? അയ്യോ, അറിയത്തില്ലേ? ഷാറുഖ് ഖാൻ സിനിമ നടൻ. അങ്ങനെയാണെങ്കിൽ നിന്നെ കണ്ടിരിഞ്ഞ മറ്റേ ഐശ്വര്യ റായെ പോലെ തന്നെ ഇരിക്കുന്നേ. ചേട്ടന് തോന്നിയിട്ടുണ്ടോ? 3 വയസ്സുള്ളപ്പോഴല്ലോ എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാൻ ഐശ്വര്യ റായെ പോലെ ആണെന്ന്. ലൈറ്റ് ഇട്ടാലേ ഉള്ളൂ ഐശ്വര്യ റായി ആണോ അതോ കരിങ്കരം ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. നീ തോക്കെടുക്കടാ. എടാ, വേണ്ടാത്ത എടുത്തുകൊണ്ട് തോക്ക് വയ്ക്കാൻ കൊള്ളാം. എവിടെങ്കിലും വെക്കണ്ടേ? ഒരു കാര്യം ചെയ്യുന്നു, 1 2 3 എന്ന് പറയുമ്പോഴത്തേക്കും തോക്കും ചൂണ്ട് കൊണ്ട് എടുത്തൊരു ചാട്ടം കൊടുത്തോളാം ബെഡ്റൂമിലേക്ക്. അറിയോ? ഓക്കെ, റെഡി? 1 2 3. തലക്കെട്ട് പിടി. താക്കോലെ
എവിടുന്നാ താക്കോൽ എടുത്തേ? വെക്കടാ കൊണ്ട് താക്കോല്. ആരെ കൊണ്ട് താക്കോല് വെച്ചോ? എന്തിനാണെന്ന് ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തു തരാം. താക്കോൽ കൊണ്ട് കംപ്ലീറ്റ് സാധനം അടിച്ചു മാറ്റും. ഉപരി രണ്ടുപേരെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അടിച്ചുവിടാ പറ. രണ്ടിനും വെടി വെച്ച് കൊന്നി കാര്യം കൂടെ ഒഴിക്കണേ. കംപ്ലീറ്റ് സാധനം കംപ്ലീറ്റ് അടിച്ചു മാറ്റി. നമ്മളോട് സഹകരിച്ച ഈ നവദമ്പതികൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു കോംപ്ലിമെന്റ് കൊടുത്താൽ ഒരു കളർ ടി വി. കളർ ടി വി ശരി എന്നാ ഓക്കെ. എന്റെ പൊന്നു കള്ളന്മാരെ, നിങ്ങൾ ഈ വീട്ടിലെ സ്വർണ്ണോ അതെ എന്റെ ഈ കിടക്കുന്ന വളയോ മാലയോ ഈ വീട് മൊത്തം എടുത്തോണ്ട് വെക്കും. പക്ഷെ ഈ ചായനെ ഒന്ന് വേഗം അഴിച്ചു വിടുവോ? നിശ്ചായനെ അഴിച്ചു വിട്ടെങ്കിൽ വേണം പോലീസിൽ അറിയിച്ചു. പോലീസ് വന്ന് ഞങ്ങളെ പൊക്കിക്കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് അയ്യോ എന്റെ പൊന്നു കള്ള, സത്യമായിട്ട് ഞാൻ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത്. എന്നെ കെട്ടിട്ടോ സാരമില്ല, എന്നാലും എന്റെ ഇച്ചാനെ വേഗം ഒന്ന് മാത്രം ഒന്ന് അഴിച്ചു വിട്ടേ. ഇവനെ മാത്രം അഴിച്ചു വിട്ടാൽ മതി, അവളെ അഴിച്ചു വിടണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാ? നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവോ? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് വന്ന് എന്നെ തല്ലിക്കൊല്ലും, അറിയാവോ? അപരന്മാരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരുവിധം ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ ജെൻസിനായിരിക്കും, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഫിലിമിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളും എല്ലാവർക്കും. ലേഡീസിന് പൊതുവെ കുറവായിരിക്കും, എങ്കിലും ഉണ്ട് കേട്ടോ. എനിക്ക് എന്നാണാവോ ഒരു അപരൻ ഉണ്ടാവുക? മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ ഒരുപാട് താരങ്ങൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. ഈ താരനിരയിലെ ഏറ്റവും പുതിയ താരമാണ് ശ്രീ കലാഭവൻ ഷാജോൺ. ഷാജോൺ ചേട്ടൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഷാജോൺ ചേട്ടന് ഈ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെയായിരുന്നു മിമിക്രിയിലേക്കുള്ള ഒരു രംഗപ്രവേശം? മിമിക്രിയിലേക്ക് ഞാൻ വന്നത് ദേവി, ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആർട്സ് സബ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കേണ്ട ഒരു അവസരമാണ്. ഈശ്വര. അപ്പോൾ ചെയ്ത പല ക്രൂരകൃത്യങ്ങളൊന്നായിരുന്നു മിമിക്രി എന്ന് പറയുന്നത്. പാട്ട് പാടി ഡാൻസ് ചെയ്തു, അതിൽ കൂടുതൽ ചെയ്തതാണ് മിമിക്രി. അന്ന് മോഹൻലാൽ മമ്മൂട്ടി ഇങ്ങനെ ചെരിഞ്ഞ് നിന്നാൽ മോഹൻലാലാകും, ഇങ്ങനെ വെച്ചാൽ മമ്മൂട്ടിയാകും, അങ്ങനെ ഒരു സമയമായിരുന്നു. അങ്ങനെ മിമിക്രി ചെയ്താണ് പിന്നെ അത് നമ്മുടെ ഒരു ജീവിത മാർഗമായി മാറിയത്. അങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആവണം എന്ന് കരുതി ചെയ്തതല്ല. പക്ഷെ അത് ചെയ്തു, പിന്നെ ദൈവം നിശ്ചയം പോലെ നമ്മൾ ആ മിമിക്രി ആർട്ടിസ്റ്റായി ഇങ്ങനെ ഈ രീതിയിലേക്ക്. ഇപ്പം മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് സൂപ്പർ സ്റ്റാർ വരെ ഇപ്പോൾ നമ്മളുടെ മിമിക്രിയിലൂടെ വന്നതാണ്. താങ്കളുടെ രംഗപ്രവേശം എങ്ങനെയായിരുന്നു സിനിമയിലേക്ക്? സിനിമയിലേക്ക് രംഗപ്രവേശനം എന്ന് പറഞ്ഞാൽ ഞാൻ കലാഭവനിലായിരുന്നു, ഒരു 4-5 വർഷക്കാലം കലാഭവനിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. സിനിമയിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇടാതെ വളരെ നാച്ചുറലായിട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. ഏത് സിനിമ? കരടിയായിട്ടായിരുന്നു. ചിരിക്കേണ്ട, സത്യം പറയാണ്. മൈ ഡിയർ കരടി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. കലാഭവൻ മണിച്ചേട്ടനായിരുന്നു നായകൻ, സന്ധ്യമോഹൻ സാറാണ് ഡയറക്ടർ. അപ്പോൾ മണിച്ചേട്ടന് തിരക്കായി ഭയങ്കര, മണിച്ചേട്ടൻ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോഴത്തെ പോലെ തന്നെ ഭയങ്കര തിരക്കായിട്ട് ഓടി നടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കരടിയുടെ കുപ്പായത്തിനുള്ളിൽ നിന്ന് അഭിനയിക്കാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പും ആ ഒരു ബോഡിയൊക്കെ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായ കോട്ടയം നസറാണ് പറഞ്ഞത്, കലാഭവൻ ഷാജോൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മണിയുടെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മണിച്ചേട്ടൻ അറിഞ്ഞു, മണിച്ചേട്ടൻ തന്നെ പറഞ്ഞു അവനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ ഒരു 10-30 ദിവസം കരടിയായിട്ട് അഭിനയിക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? പറഞ്ഞ എൻ്റെ പൊന്നുദേവി കരഞ്ഞു പോകായിരുന്നു. കാര്യം ഇത്രയ്ക്ക് കട്ടിയുള്ള തുണിയായിരുന്നു ഈ കരടിയുടെ ഈ സംഭവം തോലായിട്ട്. പിന്നെ ഭയങ്കര ഒരു മാസ്കുമായിട്ട്, കണ്ണും കാണില്ല, ചെറിയൊരു
ഒരു ഹോൺ മാത്രമേ ഉള്ളൂ. അത് ഇട്ടുകൊണ്ട് അഭിനയിച്ച് പാട്ട് പാടി സ്റ്റണ്ടോ ചെയ്ത് ഭയങ്കരമായിട്ട്. പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളൊരു 10 വർഷമൊക്കെ മദ്രാസിലൊക്കെ പോയി കഷ്ടപ്പെട്ടിട്ട് സിനിമയിൽ വരുന്നൊരു അനുഭവമായിരുന്നു ഒരു ഒറ്റ സിനിമ കൊണ്ടുണ്ടായത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട്, പക്ഷെ പുറം ലോകം അങ്ങനെയല്ലല്ലോ. പക്ഷെ ഷാജൻ ഇതല്ലോ, മണിച്ചേട്ടൻ ചെയ്തു എന്നൊരു ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. കാര്യം നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാലോ. കാര്യം ഇത് ഞാനല്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയില്ല എന്നുള്ള, ഞാനല്ല എന്നുള്ള ജനങ്ങൾക്ക്, ഞാനാണ് ചെയ്തെന്ന് ജനങ്ങൾക്ക് അറിയില്ല. മണിച്ചേട്ടനാന്നുള്ള ഇതിലെ ജനം കാണുന്നുള്ളൂ. പക്ഷെ അതിൽ വേറൊരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായ ഉദയകൃഷ്ണ CBK തോമസ്, അവിടെ മുതൽ അവരുമായിട്ട് ഭയങ്കര കണക്ഷനായിരുന്നു. പിന്നെ അവിടെ മുതലുള്ള എല്ലാ സിനിമയിലും ഞാൻ ഉണ്ടായിരുന്നു. ഈ അടുത്ത് വന്ന റൺവേ വരെ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ ചിത്രം ഇപ്പം ചെയ്ത് കഴിഞ്ഞ രസികനാണ് ക്രിസ്മസിനാണ് റിലീസ് ചെയ്യുമ്പോൾ. ഇനിയും തുടർന്ന് ഈ ഫീൽഡിൽ തുടർന്നുകൊണ്ട് പോകാനാണോ? തീർച്ചയായിട്ടും. മരിക്കുന്നത് വരെ ദൈവം അനുഗ്രഹിച്ചാൽ ഈ മിമിക്രിയും സിനിമയും ജനം അറിയുന്ന, ജനം ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായി ജീവിക്കണം. ജനങ്ങളെ കഷ്ടപ്പെടുത്താനാണ്? കഷ്ടപ്പെടുത്താറൊന്നുമില്ല കേട്ടോ. സാധാരണഗതിയിൽ എല്ലാ മിമിക്രി ആർട്ടിസ്റ്റിനും തൻ്റെതായ ഒരു മാസ്റ്റർ പീസ് ഉണ്ടാവും. ചിലർക്ക് പാട്ടും, ചിലർക്ക് ഡാൻസും, ചിലർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാവും. താങ്കളുടെ വ്യത്യസ്തത എന്താണ്? ഞാൻ മിമിക്രിയിൽ ഞാനും പുതിയ സംഭവങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. കൂടുതലും ഈ സിനിമാ താരങ്ങളെ വെച്ചുള്ള സംഭവങ്ങളാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ അന്തിക്കടപ്പുറം എന്നൊരു പാട്ട്, അതൊരു 10 നടന്മാരുടെ രീതിയിൽ പാടുന്നത്. അത് ഞാനാണ് മിമിക്രിയിലുള്ളത്. പലരും ചെയ്തു, അത് ഞാനാണ് കൊണ്ടുവന്നുള്ളൊരു അഭിമാനം എനിക്കുണ്ട്. ഒരുപാട് പേർക്കൊന്നും അറിയില്ലെങ്കിലും അത് ഉണ്ടായിക്കൊണ്ട് വന്ന ഒരാളെന്നുള്ളൊരു അഭിമാനമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ രാഷ്ട്രീയക്കാരെ, സിനിമാ നടന്മാരുടെ പാട്ട് കേട്ട് പഠിക്കാറായപ്പോഴ് രാഷ്ട്രീയക്കാരെ കൊണ്ട് പഠിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ലജ്ജാവതി എന്നുള്ളൊരു പാട്ടുണ്ട്, ജാസിഫിന്റെ ഭയങ്കര ഹിറ്റ് പാട്ടായിരുന്നു. അത് രാഷ്ട്രീയക്കാരെ കൊണ്ടൊന്ന് പഠിപ്പിച്ചു. ഞാൻ ചെയ്തോട്ടെ, കുറച്ച് ഒന്ന് ചെയ്യുന്നു. അപ്പൊ രാഷ്ട്രീയക്കാര് പാടുകയാണ്. തുടങ്ങുന്നത് നമ്മുടെ അച്യുതാനന്ദ സാറാണ്. വച്ചോന വച്ചു വച്ചു വച്ച് ഡപ്പ് 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 കുട്ടി മത്തങ്ങ മുത്തങ്ങ മാറാട് കോറാട് അന്തോണി മുക്കിയടോ കേരളം കുളമാക്കി മൊത്തത്തിൽ കുളമാക്കി. Every time I want to see my leader. എൻ്റെ ജാസി ഗിഫ്റ്റ്. കരുണാകരനെ താൻ കള്ളക്കളി കളിച്ചു, കരുണാകരനെ താൻ കള്ളക്കളി കളിച്ചു. സീറ്റ് വാങ്ങി മകളെ മന്ത്രിയാക്കാൻ നോക്കി. KTDC KPCC മക്കളുടെ പേരിലുമാക്കി. പ്രായമിത്ര കൂടിയിട്ടും പാഴവെപ്പ് നിർത്തൂലേ, കേരള നാട്ടിലെ പാർട്ടിക്കാരെ പോലെ ഗ്രൂപ്പുകളാക്കിയ ലീഡർ. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പാട്ട് ഈ രാഷ്ട്രീയക്കാരൻ 4 പേരോട് ചേർന്നിട്ട് പറഞ്ഞു. ഇതിന് വിമർശനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിമർശനം ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തിലും വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടി കിട്ടിയിട്ടുണ്ടോ? അടിയൊന്നും കിട്ടിയിട്ടില്ല. അതിന് മാത്രം നമ്മൾ നിന്ന് കൊടുത്തില്ല. അതിന് മുമ്പ് സ്റ്റേജിലായതുകൊണ്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ലല്ലോ. അതിന് മുമ്പ് നമ്മൾ ബാക്കിലോട്ട് ഇറങ്ങി ഓടി. വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ ഇപ്പോഴത്തെ പുതിയ സംഭവം അന്താക്ഷരി എന്ന് പറയുന്ന സംഭവം. അത് ഈ മലയാള സിനിമയിലെ താരങ്ങളെ വെച്ച് തന്നെയാണ്. അതായത് ഒരു പാട്ട് ഇങ്ങനെ ഒരു 2 ലൈൻ പാടി വന്നിട്ട് അതിന്റെ അവസാനത്തെ അക്ഷരം വെച്ച് വേറൊരു നടൻ പാടുക. അങ്ങനെ ഒരു 10-30 നടന്മാർ നിന്ന് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഒരു തുടക്കം അത് തുടങ്ങും നമ്മുടെ MS തൃപ്പൂണിത്തുറ. മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂറ്റി കവളിലോ അല്ലിമലർമിഴിയിലോ ഞാനറിഞ്ഞു, ഏനറിയില്ല ഏഴുമലക്കാട്ടിലെ വലം കുറവാ. എടോ വലം കുറവാന്ന്. ഓ എന്റെ കർത്താവ്, മലം കുറവാന്നോ? അങ്ങനെയാണെങ്കിൽ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഇത് മേടിച്ചോണ്ട് പാടൂ. വൃത്തികെട്ട ഒരു ശബ്ദവും അതിനേക്കാൾ വൃത്തികെട്ട ഒരു പാട്ടും. ഇനി ഞാനൊരു പാട്ട് പാടാം. ഓഹോ മാനസേശ്വരി ബാപ്പു തരൂ മറക്കാൻ നിനക്കിനി മടിയാണെങ്കിൽ ബാപ്പു തരൂ, എൻ്റെ അമ്മേ ബാപ്പു തരൂ. ഇങ്ങനെ ഒരു 10 പാടുന്നതാണ് അന്താക്ഷരി. വളരെ നന്നായിട്ടുണ്ട്.